കല്യാണം കഴിഞ്ഞ് പഠിക്കാൻ പോയി അവിടെ വെച്ചിട്ട് മറ്റൊരാളുമായിട്ട് പ്രണയത്തിലായി. പിന്നീട് ഇവരുടെ ദാമ്പത്യം തകരാൻ ആ പ്രണയം കാരണമായി. പല ആളുകളുടെ കേസിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. കല്യാണത്തിന് ശേഷം പഠിക്കാനോ ജോലിക്കോ ഒക്കെ പോയതിന് ശേഷം അവിടെയുള്ള ആരെങ്കിലുമായിട്ടും കോണ്ടാക്റ്റിലാകും, പ്രണയത്തിലാകും, ബന്ധത്തിലാകും. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? പലപ്പോഴും നമുക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ അവരുമായി നമ്മൾ പങ്കുവെക്കാൻ എങ്ങനെയാണ്? കല്യാണം കഴിപ്പിച്ചു കൊടുന്ന വീട്ടിലെ ചിലപ്പം നല്ലതല്ലാത്ത പല കാര്യങ്ങളുണ്ടാകാം. തൻ്റെ പാർട്ട്ണറുടെ നല്ലതല്ലാത്ത പല സ്വഭാവങ്ങളും ഉണ്ടാകാം. അറിയാതെ പതിയെ പതിയെ ഇത് ഷെയർ ചെയ്തു തുടങ്ങും. അങ്ങനെ പാർട്ട്ണറിലുള്ള പോരായ്മകൾ അപ്പുറത്തുള്ള ആൾ ഇത് മുഴുവൻ മനസ്സിലാക്കി വെക്കും. അങ്ങനെ ആ പോരായ്മകളെ നികത്തിക്കൊണ്ട് അപ്പുറത്തുള്ള ആൾ ഇവരോട് പെരുമാറി തുടങ്ങും. അങ്ങനെ പെരുമാറുമ്പം ഇവർ വിചാരിച്ചും ഞാൻ ആഗ്രഹിച്ച തരത്തിലുള്ള കെയറിങ്, സപ്പോർട്ട് ഈ ആളിൽ നിന്നും എനിക്ക് കിട്ടുന്നു എന്ന്. ഇപ്പുറത്തുള്ള ആളുടെ ഒരു ഡയലോഗും ഉണ്ടാവും, നിന്നെപ്പോലെ ഒരു പങ്കാളിയെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്ന്. മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ ജീവിതത്തെ തകർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾ അവരോട് ഓരോ കാര്യവും ഷെയർ ചെയ്യുമ്പോഴും ഒരിക്കലും അത് അവരുടെ കാര്യമല്ല, അവർക്ക് അതൊരു കഥകൾ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരാനുള്ള ഒരു ഏണിയാണ്, നിങ്ങൾ ഇട്ടുകൊടുക്കുന്ന ആയുധങ്ങളാണ്. ഷെയർ ചെയ്യുന്നത് സൂക്ഷിച്ചായിരിക്കുക, ആരോടാണെങ്കിലും സ്വന്തം സ്വകാര്യത കേള.